വന്ന വഴിയിൽ ചാക്കിക്ക് കടന്നുകൊണ്ടിരിക്കും വൈദ്യം കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ട്. ഇവിടെ കയറിനോടെ തന്നെ നല്ല തിരക്കാണ്. ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ച് നടന്നിട്ടുണ്ട്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാരിക്കേഡിൻ്റെ സൈഡിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ സിമ്പിളായിട്ട്. ഇതിൻ്റെ മുകളിൽ ഇവിടെ പോലീസുകാരെല്ലാവരും വെച്ചിട്ട് ഇനി ലൈനുണ്ട്. ഇതെന്താ കൃത്യമായ ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആൾക്കാർ മുഴുവൻ ലൈനിൽ ഉണ്ട്. ചിലവർ പറയുന്നുണ്ട് ടാക്സിക്കാന്ന് പറയുന്നുണ്ട്, ടാക്സിക്കുള്ള ലൈനാണെന്ന് പറയുന്നുണ്ട്. ചിലവർ അവിടെ അറ്റത്ത് പോയിട്ട് ചെക്കിങ്ങാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നുമില്ല. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കുത്തിത്തിരി കയറി പോവുക തന്നെ. എല്ലാവരും ഇതന്നെയാണ് അവസ്ഥ. വരിയൊക്കെ നല്ല പോലെ ഉണ്ട്. ആ കാണുന്ന അതിൽ കൂടെയാണ് കുതിരകളും കാൽനടയായിട്ട് പോണവരൊക്കെ പോണത്. പക്ഷേ ഇവിടെ എല്ലായിടത്തും റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടൊന്നും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ആരും അവിടെയും വിളിച്ചു പറയുക കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്നാണ് ആ കൂടി ഒറ്റ ലൈനായിട്ടുള്ള ജസ്റ്റ് കയറിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ 4 മണിക്ക് കയറി തുടങ്ങിയത്. 5 മണിയായിട്ട് ഒരു കിലോമീറ്റർ പോലും ആയിട്ടില്ല. ഇത്ര ആൾക്കാർ ഇപ്പോൾ ലൈനിലായിട്ടുള്ളൂ. കാര്യമായിട്ടുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ പോലീസുകാർ അങ്ങനെ അധികം ആൾക്കാരില്ല. അപ്പോൾ ഇത്ര അധികം ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ലൈനിൽ നിൽക്കുന്നത്. ഇപ്പോഴാണ് ഈ പോലീസുകാരൊക്കെ വന്നിട്ടുള്ളത്. ലൈനിൽ ഓരോരോ ലൈനിലാക്കിയിട്ട് ആൾക്കാരെ നിർത്തുന്നത്. ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുന്നുള്ള അറിയില്ല. പോയി കാണാം. നേരത്തെ വൈദ്യം ക്യൂ ഒക്കെ കാരണം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ആ പാലത്തിൽ കൂടെ കയറി ഇതിൽ കൂടെയാണ് ടാക്സിക്കുള്ള ആൾക്കാരെ കടത്തി വിടുന്നത്. കാൽനടയായിട്ട് പോണ ആൾക്കാർക്ക് ഈ പാലത്തിൽ കൂടെ കയറിയിട്ട് ആ റൈറ്റ് സൈഡിൽ കൂടെ അതിന് മുകളിൽ കൂടെ ആൾക്കാർ കയറിക്കൊണ്ട് ആ വഴി കൂടെ കയറി പോകാം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ കൂടെയാണ് കടത്തി വിടുന്നത് ജീപ്പിലുള്ള ആൾക്കാരെ. അപ്പോൾ ഇതുവഴി നടക്കുക. എങ്ങനെയൊക്കെയോ ബസ് പിടിച്ച് ഇതാ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ട്. ഡ്രൈവർ ഇതൊന്നും പെയ്ഡ് അല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നതാണ്. വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഉണ്ട്. നല്ല പണിയുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ അതിൻ്റെ മുകളിൽ കയറാനുള്ളതാണ്. ആ വരിയിൽ നിൽക്കണത് മുഴുവൻ ഞങ്ങൾ ഇതുപോലെ രാവിലെ വന്ന് നിന്നിട്ട് പിന്നെ ഒരറ്റത്ത് നിന്ന് പിടിച്ചിട്ടുള്ളതാണ്. എൻ്റെ കൂടെ 2 मुझे यहीं पे रहने दो। ना कोई गाड़ी पलटी करेगा वहीं पे बाहर निकाल दो। चल गए गाड़ी नहीं बढ़ाओ बिल्कुल। एक सवारी चलो. പോലീസുകാരൻ കയറിയിട്ട് 2 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 പേരെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല, ഒരാളെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. നമ്മളിപ്പോൾ ജീപ്പിന് വന്നിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് കാൽനടയാണ്. ഫുൾ കാൽനടയായിട്ടാണ് പോകുന്നത്. ഇത് കഴിക്കാണ്. അപ്പുറത്തേക്ക് ഇറക്കല്ല. വാ ഈ സൈഡിൽ കൂടെ പോകണം കാൽനടയായിട്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. ഇവിടെയാണ് ഇവിടെ വണ്ടിക്കാർക്കുള്ള പാർക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണം. തിരക്ക് വളരെ അപൂർവമെന്നാണ് പറയണത്. ഇപ്പോൾ 2 കൊല്ലത്തെ ഒരു ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞ് തുറക്കണതിൻ്റെ ഒരു നല്ല തിരക്ക് കാണാനുണ്ട്. ഇതാണ് ഇനി ഇവിടെ നിന്ന് വണ്ടികളൊന്നുമില്ല. ഫുൾ നടക്കാൻ നോ റെസ്ട്രിക്ഷൻസ്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് സൈഡിൽ മൊത്തം ഇതിൻ്റെ ആൾക്കാരുണ്ടാവും ചോദിക്കാനായിട്ട്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ 500 എന്നാണ് പറഞ്ഞത്. മോള് വരെ കൊണ്ടാക്കുക ഇവർക്ക് തന്നെയാണ് വർക്ക്. ഇവിടെ ഫുള്ള് വടി സാധനങ്ങൾ. ഇനിയിപ്പോൾ മോളിലേക്ക് കയറി പോകുന്നവർ അവരൊക്കെ ഇവിടെ ഉണ്ടാവും. ഈ ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ്. ബാക്കിലേക്ക് നോക്കിയാൽ ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. ലഗേജ് ആൾക്കാർ കയറ്റി കൊണ്ടു കേട്ടോ. ലഗേജ് നല്ല വെയിറ്റ് കാരണം തന്നെ അതും കയറ്റി കൊണ്ടുണ്ട് ആൾക്കാർ. പിന്നെ ക്ലൈമറ്റ് ഇപ്പോൾ ഇവിടെ വലിയ തണുവെന്ന് പറയാനില്ല. എന്നാലും ഉണ്ട്.
ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഈ വഴിയൊക്കെ കയറി പോകണമെന്ന് തോന്നുന്നു. പോണ വഴിയിൽ മുഴുവൻ കടകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൂടി ഇത് മാത്രമാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയാനായിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ. അതൊക്കെ ഞാൻ തന്നെ ഇതിൻ്റെ വലതുവശ സൈഡിൽ കൂടെ ഇതും പോകുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെ. ഇതൊക്കെ സ്കൂളിൽ പോണ പിള്ളേരാട്ടോ. ഇവരുടെ അടുത്ത് വന്നിട്ട് അവർ തലച്ചമടായിട്ട് കൊണ്ടുപോയി കയറ്റട്ടെ എന്നൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ വേറെ കൂടെയുള്ള ചേച്ചി പറയുന്നുണ്ട് സ്കൂളിൽ പോണ പിള്ളേരാണ്. ആ പുള്ളി കൂടെ കേട്ടോ നമ്മൾ പോയിക്കൊണ്ട്. ഇതൊക്കെ കേദാറിക്കുള്ള വഴിയാണ്. റൂമൊക്കെ ഉണ്ട് തോന്നുന്നു. ഇവിടെ അതുപോലെ ഉണ്ടല്ലേ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പടിയിൽ ചുമന്ന് വലിച്ച് കയറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ റേറ്റ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. കാരണം 50 രൂപ സാധനങ്ങൾക്കൊക്കെ 70 രൂപ 80 രൂപ എന്തായാലും കാണിക്കും. ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ സാധനങ്ങൾ. ഇവിടെ തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ ഫുൾ ടൈം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് മെയിനായിട്ട് ഇങ്ങനെ ഒരു ലൈന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ മുകളിൽ എത്തിയിട്ട് അവിടെ ബ്ലോക്കൊക്കെ പോലെ കാണാനുണ്ട്. എന്താ അത് കുതിരപ്പുറത്തേക്ക് പോകാനുള്ള ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. വിശാല തിരക്കൊന്നുമല്ല. പോലീസുകാരെ കൊണ്ട് വശക്കേടാവുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റാവുന്ന പരിപാടിയല്ല. കാരണം ആ കൂടി കണ്ടില്ലേ, ഇത്രയധികം ആൾക്കാരെ കൺട്രോൾ ചെയ്യാനായിട്ട് 5-7 പോലീസുകാരുള്ളൂ. ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ ചുമ്മാ ഇരുന്നു പറഞ്ഞിട്ട് ഇതുപോലെ വെയിറ്റ് ചെയ്യാൻ ഇരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ചെയർ പോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ. അതിൻ്റെ മുകളിൽ ഞങ്ങളത് ഒരു സ്നിക്കേഴ്സൊക്കെ എടുത്ത് കഴിച്ചു. അല്ലാണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ 5-10 മിനിറ്റ് പിന്നെയും പോകും. അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കഴിച്ചോണ്ട് കടന്നു പോവാം. സ്നിക്കേഴ്സ് അത് പയ്യന് അവൻ്റെ കുതിരക്കാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാവണം കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്. ചെറുതായിട്ട് കഥപ്പുണ്ട്. ഞാൻ ഇപ്പം നല്ലപോലെ ഓടിച്ചാടി കയറുള്ളൂ. അപ്പോൾ അവൻ ചോദിക്കണത് എത്ര മണിക്ക് എണീക്കണേ, ഞങ്ങൾ എത്ര മണിക്ക് കുതിരേനെ കുളിപ്പിക്കണേ, ഇതൊക്കെയാണ് അവൻ ചോദിക്കണത്. ആ ഇതിൻ്റെ മുകളിലേക്കാണ് ആളാണ്, അവനാണ് ആളുടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിള്ളേരെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നീങ്ങിപ്പോണെന്ന് അറിയില്ല, രസമായിരിക്കും. കാരണം അവർ മനസ്സിൽ ഒന്നും വെച്ചിട്ട് ചോദിക്കണമല്ലോ. ഇതാ ആ കുതിര കേസേ കേസേ അച്ഛാ. അതിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവൻ പറയണേ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. പിള്ളേരല്ലേ, അപ്പോൾ പിന്നെ അധികം വൈറ്റ് ഉണ്ടാവില്ല. കുതിര പിടിച്ച് കയറി പോകാനും കുതിരയ്ക്കും വലിയ പാടുണ്ടാവില്ല. പക്ഷെ ഇവിടെ എല്ലായിടത്തും ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. അടിക്കടിക്ക് ആണല്ലേ ക്ലീനിങ്. പിന്നെ ബാത്റൂം ഫെസിലിറ്റി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നോക്കി പോകണം. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നോക്കി പോവുക. ഇതുകൂടെ ഒരു പ്രശ്നം അല്ലേ, സ്ലിപ്പാവുന്നുണ്ട് നല്ല പോലെ. കുതിരയുടെ ഉണ്ടോ, കുതിരയുടെ കാലുകളുണ്ടോ, സ്ലിപ്പാവുന്നുണ്ട് നല്ല പോലെ. പിന്നെ കുറേ ദൂരം കഴിയുമ്പോൾ കുതിരയ്ക്ക് പുല്ല് കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇതുപോലത്തെ സ്പോട്ടുകളുണ്ട്. അവിടെ മാത്രമാണ് ഇവർ ആകെ കൂടി മറ്റേ ഇതുപോലെ ഓട് മേഞ്ഞിട്ട്, ഓടല്ല മുകളിൽ ഡ്രസ്സ് മേഞ്ഞിട്ടുള്ളത്. ആരുടെയൊക്കെ ജാക്കറ്റൊക്കെ പോയിട്ടുണ്ട്. ദൃശ്യം ഇതാ രാഘവണ്ണൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഇത്തിരി താഴ്ചയൊന്നുമല്ല കേട്ടോ, നല്ല താഴ്ചയുണ്ട്. സ്ഥിരം കാരണം ഇവർക്കും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മളെപ്പോഴുള്ളവരാണ് വശക്കേടാവുന്നത്. കണ്ടില്ല അവസ്ഥ കണ്ടില്ലേ, വേറൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ നടന്നു തന്നെ എന്തായാലും നമുക്ക് അവിടെ എത്താന്നുള്ളൊരു ഒറ്റ പ്ലാനുള്ളൂ. അപ്പോൾ നടക്കുക, കയറുക, കാണുക, ഇന്നത്തെ ദിവസം അവിടെ നിൽക്കുക, ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇത് മാത്രമേ ഇപ്പോൾ മൈൻഡിലുള്ളൂ. നടക്കാണ്. കുറേ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് പറ്റൊക്കെ കടകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അവൈലബിളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഈ തിരക്കൊക്കെ കണ്ടിട്ട് എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ട് എല്ലാവരും വരാൻ പ്ലാൻ ചെയ്ത ആൾക്കാരൊക്കെ നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. ഒരു ടീമൊക്കെ ഉണ്ട് ഉറക്കത്തിലാണ്. പോണ വഴിയുള്ള കാഴ്ചകൾ കാണാം.
ആൾക്കാർ പോകണമെന്നുണ്ടല്ലേ, ഇങ്ങനെയാണ് പോണത്. പിന്നെ പറയാൻ മറന്നു കേട്ടോ, ഹെലികോപ്റ്റർ സർവീസ് കറക്റ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുതിരനൊക്കെ തല്ലണമൊക്കെ അത് ഭയങ്കര ചീപ്പാണ്. ഓൾറെഡി ആവശ്യങ്ങൾക്കും വയ്യ, പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇത്രയും വെയിറ്റ് വെച്ചിട്ട് ആൾക്കാർ വലിച്ച് കയറുന്നത്. അത് ഇങ്ങനെ തല്ലുണ്ട് അതിൻ്റെ പുറകെ വേറെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീം ഓരോരുത്തരായിട്ട് എത്തുന്നുണ്ട്. ഋഷി അവിടെ പോയി, ഋഷി വരുന്നുണ്ട്. ഫുൾ പവർ എല്ലാവരും നടന്ന് കയറുന്നുണ്ട്. ഇരിക്കണ പുറത്തും അതുപോലെ മറ്റേ ഇതിലൊക്കെ പിന്നിലിരുന്നിട്ട് വന്ന ആൾക്കാരൊക്കെ ശ്രമിക്കുന്ന സ്ഥലം. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന്. അതുപോലെ ഹെലികോപ്റ്റർ പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു, കാരണം ഒറ്റടി കയറി പോകണമെന്നില്ല. കുറച്ച് റെസ്റ്റ് എടുക്കും, നടക്കും, കയറും, തന്നെ പരിപാടി. നല്ല ഇവിടെ ഇതൊക്കെയാണ് കഴിക്കാൻ കിട്ടുക കേട്ടോ. എന്തായാലും പറയാനറിയില്ല, നാട്ടിലൊക്കെ എൻ്റെ പേര് പറയും, ദിവസത്തിൽ പറഞ്ഞാൽ. ആൾക്കാരെല്ലാം ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നടന്നുക. ഋഷിയും രാഘവേണ്ണൊക്കെ അതേ ഫ്രണ്ടിയെ പോണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കാവുന്നതാണ്. ഋഷി കോട്ടൊക്കെ ഊരി, കാരണം നല്ല ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് അവൾ വേർത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റവിടേക്കും പോകാനല്ലേ, ഫുള്ള് പൊതിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു കളഞ്ഞു. കുറച്ചുകൊണ്ട് ഫ്രീ ആയി എന്ന് തോന്നുന്നു നടക്കാനായിട്ട്. ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല, ഒരു ഇന്നർ ലൈനർ ഇട്ടിട്ടുണ്ട്. സാധാരണ ഒരു ജേഴ്സി, ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഇടണ പോലത്തെ സാധാരണ ഒരു ജേഴ്സി ഇട്ടിപ്പോൾ ഇനിയിപ്പോൾ മുകളിലേക്ക് പോയിട്ട് എന്താണെന്നുള്ള അറിയില്ല. മുകളിലേക്ക് പോയിട്ട് ഇടാനായിട്ടൊരു കണക്ഷൻ വരുമ്പോൾ എടുത്തിടാം. ഇപ്പം തന്നെ എടുത്തിടണമെന്നില്ല. അവൻ്റെ സന്തോഷം നോക്കിയാൽ നമ്മളൊക്കെ നടന്നു കയറുക. അവൻ സുഖിച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കുക, ചിരിക്കണം. ഒക്കെ നടന്നു വാ അല്ലേ കേസേ ഊപ്പർ വായിട്ടുണ്ടെങ്കിലേ അച്ഛാ അത് ചിരിക്കണല്ലോ. നമ്മൾ നടന്ന് ആദ്യത്തെ ഇതാ മഞ്ഞുമല കണ്ടു കേട്ടോ. അവിടെ അതാ കാണാണ്ട്. അവിടേക്കാണോ നടന്ന് കയറണേ അതൊന്നും അറിഞ്ഞൂടാ. ആദ്യത്തെ മഞ്ഞുമല, അതിൻ്റെ ഹാപ്പിനെസ്. ആദ്യത്തെ മഞ്ഞുമലയാണ്. അതിൻ്റെ മുകളിൽ അമ്മേ ഇതാ കാണുന്നു, അതിൻ്റെ മുകളിൽ കാണാനുണ്ട്. അവിടെ ഒരു പണിയടിക്കുന്നുണ്ട്. ഒരാളിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാണിക്കും കാണാം. കുറേ ആൾക്കാർ ചായ പിടിക്കാനൊക്കെ നിർത്തുന്നുണ്ട്. ഇതാ ഇനി പോകാനുള്ള വഴി ഇതാ ആ വഴിക്ക് ഞാൻ വെച്ച് പിടിക്കുക. പിന്നെ മോൾ പക്ഷേ ഇത്രയൊന്നും തോന്നുന്നുണ്ട് ഏറെക്കുറെ കണ്ടിട്ട്. ഞങ്ങൾ 16 കിലോമീറ്ററിൽ ഒരു 8 കിലോമീറ്റർ ഞങ്ങൾ നടന്നു കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെയുള്ള കൃഷിയുണ്ട്, പിന്നെ അതാ രാഘവേട്ടുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഒരുമിച്ച്. അളിയനും ചേട്ടനും കൂടി പതുക്കിനെ വരണുള്ളൂ. എവിടെ വരെ എത്തിയെന്ന് പോലും അറിയില്ല, കാരണം നല്ല തിരക്കുണ്ട്. പോണത് കണ്ടില്ല, ആൾക്കാർ മുഴുവൻ നല്ല റഷുണ്ട്. അപ്പോൾ ആൾക്കാർ കിടക്കുന്നുണ്ട്. ക്ഷീണം എന്ന് പറയാൻ ക്ഷീണം ഉണ്ടോ? അത്രയ്ക്ക് വലിയ ക്ഷീണം എന്ന് പറയാനില്ല. അത് ക്ഷീണനൊക്കെ ക്ഷീണം എന്ന് പറയാൻ മാത്രമല്ല, പിന്നെ ഈ തിരക്കിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ. ആൾക്കാർ കുതിരകളുടെ ട്രാഫിക്കാണ്. ആൾക്കാരും കാട്ടി കൂടുതൽ കുതിരകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചിലർ വഴിയിൽ നിൽക്കും. അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഏകദേശം ഒരു പകുതി ദൂരമായിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ നേരത്തെ എപ്പോഴും ഒരു ഫ്രീ വൈഫൈ സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വൈഫൈ കിട്ടിയപ്പോൾ വൈഫൈ ആക്റ്റീവായിട്ട് കുറച്ച് മാപ്പൊക്കെ എന്നിട്ട് പറയാം കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ പകുതി ദൂരം കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. കൃത്യമാണോന്ന് അറിയില്ല. ഇവിടെ കുറേ ബോർഡുകളും കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലും കുറേ ആൾക്കാർ കുത്തി വരഞ്ഞിട്ട് ഒന്നും കാണാനൊന്നുമില്ല. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണില്ല. നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ അവിടെയാണ്, കേദാർനാഥ്. നമ്മൾ അവിടേക്ക് നടക്കുന്നു. പിന്നെ എത്ര ദൂരം പോണു അല്ലെങ്കിൽ എവിടെയൊക്കെ ഇതുണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പോവാണ് ഒരൊറ്റ ലക്ഷ്യം അല്ലേ. ഇനി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ലഗേജ് കുറയ്ക്കുക, അതൊരു നല്ലൊരു ടിപ്പാണ്. അതെ, ലഗേജ് കുറയ്ക്കുക. ഞങ്ങൾ ഇതിൽ ആക്ച്വലി എടുത്തിട്ടുള്ള ഭക്ഷണവും പിന്നെ മെഡിസിൻസും പിന്നെ മുകളിൽ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജോഡി എന്ന് പറയാൻ അവർക്കൂടെ ഒരു ടീഷർട്ടും
അതായത് ഒരു ഇത്തിരി കനുള്ള ടീഷർട്ട്, മഴയുണ്ടെന്നുള്ള തന്നെ റെയിൻകോട്ട്. അതെ റെയിൻകോട്ട് എടുത്ത്, മഴയുള്ള കാരണമാണ് റെയിൻകോട്ട് എടുത്തിട്ടുള്ളത്, അല്ലാതെ അതിൻ്റെ വെയിറ്റ് ഒഴിവാക്കുമായിരുന്നു. ഒരുവിധം എല്ലാ സമയങ്ങളിലും സാധാരണ സമയങ്ങളിൽ ഈവനിങ് ഒരു മഴ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ആ ഒരു ഇതിനുള്ള ഒരു മഴ ഉണ്ടാവും, തണുവും ഉണ്ടാവും. അപ്പോൾ അതിനുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് പോരുക, അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുക. എല്ലാവരും ബാഗ് കൊണ്ടുപോകുന്നുണ്ട്, കണ്ടില്ലേ? എല്ലാവരും ബാഗ്, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വെള്ളമൊക്കെ കാര്യമായ റേറ്റ് വ്യത്യാസം പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്ര ചുമന്ന് കയറ്റിയിട്ടാണ് ഒരു 20 രൂപയുടെ വെള്ളം 40 രൂപയ്ക്ക് 50 രൂപയ്ക്ക് വിൽക്കുന്നത്. അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതല്ല, ഇത് ലാഭം വിചാരിച്ച് നമ്മൾ വലിച്ച് കിടണമെങ്കിൽ നമ്മുടെ ആരോഗ്യം പോവും, നമ്മൾ ക്ഷീണമാവും. ഞാനൊരു 10-20 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ കൃഷി, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ അതിന് വലിയ ലാഭം നോക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും എന്താ നടക്കുന്നുണ്ട്. ഞങ്ങളെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ആൾക്കാർ ഉള്ളപ്പോൾ നടക്കില്ല, ആൾക്കാർ കണ്ടില്ല, ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞു. അപ്പോൾ ഒറ്റയടിക്ക് നടന്ന് കയറും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരുടെ ഇടയിൽ പെട്ടിട്ട് കാലിൻ്റെ ഇടയിലോട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, നമുക്ക് ക്ഷീണവും, ദൂരവും കീപ്പ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ദൂരം കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. ഉറക്കക്ഷീണല്ലേ? കാക്കാടിന് ഉറക്കക്ഷീണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പോയി കുറച്ച് നേരം അല്ലേ, ഒരു മണിക്കൂറൊക്കെ കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ക്ഷീണവും മാറും. സാധാരണ മുകളിലേക്ക് എത്താൻ ഒരു 6 മണിക്കൂർ മതി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പതുക്കനെ, കാരണം സാധാരണയിൽ കവിഞ്ഞുള്ള തിരക്ക് ഇന്ന് ഇവിടെ ഉണ്ട്. ഇന്നല്ല, ഇത്തവണ തുറന്നത് തൊട്ട് ഈ ഒരു തിരക്ക് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളെ പരിചയപ്പെട്ടു. സാബ്ജി കിധർ സേ? അഹമ്മദാബാദ്, ഗുജറാത്ത്. പല സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ. ഒരാളും ഇവിടെ നിന്ന് മാത്രമുള്ള ആൾക്കാരല്ല, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാം. പല രീതിയിലുള്ള ആൾക്കാരാണ്, പല ജോലി ചെയ്യുന്ന ആൾക്കാർ, പല കൾച്ചർ, അതൊക്കെയാണ് ഇവിടെ വരുന്നതുകൊണ്ടുള്ള നമുക്ക് മെയിനായിട്ടുള്ളൊരിത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയും വരുന്ന വഴിയിൽ കുറേ ആൾക്കാരെ കാണാം. പിന്നെ ഞാൻ ഇത്ര നേരം ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം 4 കിലോമീറ്റർ വരെയാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്, വീഡിയോ എടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ബാറ്ററി ഡൗൺ ആയി. ഞാൻ ഉള്ളിൽ ബാക്കപ്പിന് ഇതുണ്ട്, പവർ ബാങ്ക് വെച്ചിട്ടുണ്ട്. പവർ ബാങ്കിലിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. പിന്നെ കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ഇത് വ്യൂ ഒക്കെ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മുകളിലൊക്കെ ആകുമ്പോൾ കോട ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആ പ്രളയത്തിൻ്റെ ടൈമിൽ ഒലിച്ചു വീടുള്ള പോലെ ഉണ്ട്, കണ്ടിട്ട് ഉറപ്പൊന്നുമില്ല. കണ്ടില്ലേ, മരങ്ങളും കല്ലും ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ സാധാരണ പോലെ ആ പുഴ അടിപൊളിയായിട്ട് ഒഴുകണമുണ്ട്.